വൃക്ഷമായ ചന്ദനം. മറയൂർ ഈ ചന്ദനം നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ 70 വർഷം 80 വർഷം 100 വർഷം എന്നൊക്കെ പറയും. കാരണം അത് സ്വാഭാവിക വനമാണ്. കാരണം ഈ ചന്ദനം എന്ന് പറയുന്ന സസ്യം മണ്ണിൽ നിന്ന് നേരിട്ട് വളമോ ധാതുലവണങ്ങളോ വലിച്ചെടുക്കുന്ന ഒരു സസ്യമല്ല, അർത്ഥപരാഗ സസ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് ആൻഡ് സയൻസ് ടെക്നോളജി, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ മരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന റിസർച്ച് സെന്ററിന്റെ കണ്ടെത്തലിന് പ്രകാരം നമ്മൾ ആ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ നടുമ്പോൾ തന്നെ ചൂട്ടിൽ പൊന്നാങ്കണ്ണി ചീര നട്ടു കൊടുക്കുകയും അതിൽ നിന്നും വളം വലിച്ചെടുക്കുകയും അതിനുശേഷം നമ്മൾ തോമരപ്പയർ നടും. അപ്പോൾ ഈ തോമരപ്പയറിന്റെ വേരും ഈ ചന്ദനത്തിന്റെ വേരും തമ്മിൽ ക്ലബ് ചെയ്തിട്ട് അതിൽ നിന്നും വളം വലിച്ചെടുത്താണ് ഈ സസ്യം വളരുന്നത്. മൂന്നാമതായി നട്ടു കൊടുക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ മാതളമാണ് നമ്മൾ നട്ടു കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ നട്ടു കൊടുക്കുക ഇത് ഏതാണ്ട് വിളവായി നിൽപ്പുണ്ട്. അപ്പോൾ അതിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഈ ചീമക്കുന്ന നെല്ലി പോലുള്ള സസ്യങ്ങൾ നട്ടാലും വളം വലിക്കും. പക്ഷേ മാതളം നടുമ്പോൾ മാതളം വളരാൻ അനുയോജ്യമായ കാലാവസ്ഥയാണ് വയനാട് മണ്ണും അതിന്റെ ഭൂപ്രകൃതി. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ആദായം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാതളം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതിപ്പം ഈ മെയ് മാസം വന്നപ്പോൾ 2 വർഷം പൂർത്തിയായ തൈയാണ്. ഏകദേശം 20 സെന്റിമീറ്റർ മുകളിൽ അതിൻ്റെ വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ 50 സെന്റിമീറ്റർ വണ്ണം വെക്കുമ്പോൾ നമ്മൾക്കിത് കട്ട് ചെയ്യാം. അതാണ് ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ നിയമം. അപ്പോൾ നമുക്കത് കൂടുതൽ നിന്നോർത്ത് കുഴപ്പമില്ല, അത് ആദായം കിട്ടും, അത് നിർബന്ധമില്ല. പക്ഷേ 50 സെന്റിമീറ്റർ മിനിമം ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. 50 സെന്റിമീറ്റർ വണ്ണമായ ഏകദേശം ഒരു തൈ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വില വെച്ച് 7.5 ലക്ഷം രൂപയോളം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 സെന്റിൽ 20 തൈയാണ്. 20 തൈ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏതാണ്ട് 1,60 ലക്ഷം രൂപ വില, 1.5 കോടി രൂപ വില വരും. അതായത് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 5 കോടി 6 കോടി രൂപയുടെ മൂല്യം വരും. അതായത് അന്ന് 5 സെന്റ് സ്ഥലം ഇവിടെ പർച്ചേസ് ചെയ്താൽ 15 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത് 5 കോടിക്ക് മുകളിൽ പ്രോഫിറ്റ് ആയിരിക്കും. അതാണ് നമുക്ക് ഇപ്പോൾ ഈ സംഘത്തെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ള എക്സ്പെൻസ് കൂടി ഒന്ന് പറഞ്ഞു. അതായത് ഇതിന്റെ കാതലിന് തന്നെ ഇന്ന് 26,500 രൂപ നമ്മുടെ ആമസോണിൽ വെബ്സൈറ്റിൽ വിലയുണ്ട്. അതുകൂടാതെ ഇതിന്റെ ഇലയൊഴിച്ച് ഈ കമ്പ്, ചില്ലി കമ്പ്, അതിൽ ചൂടിന്റെ വേര്, മണ്ണിനടിയിലുള്ള വേരടക്കം വേരിന് തന്നെ 17,500 രൂപയാണ് കഴിഞ്ഞ ലേലത്തിൽ പോയത്. മാർച്ചിലെ ലേലത്തിൽ മറയൂർ ഡിവിഷനിൽ പോയത്. അപ്പോൾ ഇതിനെല്ലാം വിലകളുണ്ട്. ഈ ചില്ലി കമ്പുകൾക്ക് വരെ വാല്യുബിളാണ്. ഏകദേശം ചില്ലിക്കൊക്കെ 200 രൂപ വിലയുണ്ട്. ആവറേജ് കൂട്ടുമ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൈസ് വെച്ചിട്ട് ഏകദേശം ഒരു മരം കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 200 കിലോയ്ക്ക് 180 കിലോയ്ക്ക് ഇടയ്ക്ക് വെഴുത്ത് വരും. അപ്പോൾ അതനുസരിച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് ഏകദേശം ഒരു 7.5 ലക്ഷം രൂപ ഒരു തൈക്ക് വില വരും. കായ് കാണില്ല, അതിൻ്റെ ഗുണമുണ്ട്. ഇത് നിലവിൽ 2 വർഷമായ തൈയാണ്. അപ്പോൾ ഈ 2 വർഷമായ തൈ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്താൽ അതിന് ഫലം കിട്ടത്തില്ല, അതിൻ്റെ വളർച്ച കിട്ടത്തില്ല. നമ്മൾ മറയൂർ ഡിവിഷനിൽ പോയിട്ട് അമ്മ മരങ്ങളുടെ കായ് സെലക്ട് ചെയ്തിട്ട് വന്നിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്തത്. കായ് കാണുന്നില്ല. അത് ഈ വർഷം കായ്ച്ചു തുടങ്ങും. അതായത് കായ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ കാതലിൻ്റെ ഇത് ഡെവലപ്പ് തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കൂടുതൽ കാതലായി വരുമ്പോൾ ഇതിന് ഡാർക്ക് വരും. ഈ ഇവിടെ ഒരു ഔട്ട് ഓഫ് മാർക്കിന് ക്രാക്ക് വരും. അപ്പോൾ ക്രാക്ക് വരുമ്പോൾ ആണ് കാതലായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ജസ്പീഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞത് എങ്ങനെയാണ്? ഇത് നിലവിൽ ഈ പ്ലാന്റേഷൻ 4.5 ഏക്കറോളം വരുന്ന ഒരു പ്ലാന്റേഷനാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 320ഓളം ഏക്കർ നമ്മളിവിടെ പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്പേഡ്, എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജസ്പേഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്റർനാഷണൽ കമ്പനിയാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഇതെല്ലാം ജനങ്ങൾ ഓരോരുത്തരും വാങ്ങിച്ച് പർച്ചേസ് ചെയ്തിട്ടിരിക്കുന്ന അവരുടെ പേരിൽ ആധാരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ജസ്പേഡ് കമ്പനിയാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷനും പരിപാലനവും 15 വർഷത്തേന് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് മറയൂർ കൊണ്ട് കൊടുത്ത് ആ പ്രോപ്പർട്ടി ഓണറുടെ പേരിൽ പണം ലഭിച്ചു കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടി ഓണർ അന്ന് 5% കമ്പനിക്ക് നടത്തിപ്പ് കൊടുക്കണം. ഇപ്പോൾ 5 സെന്റ് തമ്മിൽ ബൗണ്ടറി തിരിച്ചിട്ടുണ്ടോ? ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അത് ലൊക്കേഷൻ സ്കെച്ച് എല്ലാം എടുത്ത് നോക്കി കറക്റ്റ്. മെയിൻ്റനൻസിന് അതാത് വർഷം 10,000 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അതിന് പകരം ഇതിൻ്റെ ഇടവിളയായിട്ട് മാതളം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതുപോലുള്ള ആദായം എടുത്തു കഴിയുമ്പോൾ 5,000 രൂപ വർഷം തിരിച്ച് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരികയും ചെയ്യും. അങ്ങനെ ഒരു എഗ്രിമെന്റ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്.